ഹായ്, എല്ലാവർക്കും നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BSc ഇലക്ട്രോണിക്സിൻ്റെ സബ്സിഡറി കോഴ്സ് 4 സെമസ്റ്ററിൽ നീണ്ടു നിൽക്കുന്ന സബ്സിഡറി കോഴ്സിൻ്റെ മൊഡ്യൂൾ വൈസ് ഡിസ്കഷനാണ് അല്ലെങ്കിൽ മൊഡ്യൂൾ വൈസ് ലെക്ചറിംഗ് ആണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക്സിൽ തുടങ്ങി ഇലക്ട്രോണിക്സിൻ്റെ വേരിയസ് കമ്പണൻസിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പതുക്കെ മുന്നോട്ട് പോയി different branches of electronics, like for example digital electronics, analog electronics, communication electronics. So ഈ 3 സെക്ഷൻ ഓഫ് അല്ലെങ്കിൽ ഈ 3 ബ്രാഞ്ചസിലൂടെ ടച്ച് ചെയ്ത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ പാർട്ടും അല്ലെങ്കിൽ ലബോറട്ടറി സൈഡും കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഈ 4 സെമസ്റ്ററിലും കൂടി BSc ഇലക്ട്രോണിക്സിൻ്റെ സബ്സിഡറി കോഴ്സ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അതിൻ്റെ ഒരു റൈറ്റ് ഫ്രം ദി ബിഗിനിങ് ആണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കുന്നത് +2 കഴിഞ്ഞ് വരുന്നവർക്ക് ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഇൻട്രോ ആണ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ ഒരു പ്രീകേഴ്സർ എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്സിൽ മോസ്റ്റ് ഓഫ് യു മൈറ്റ് ഹാവ് ഡെൽറ്റ് വിത്ത് ട്രാൻസിസ്റ്റേഴ്സ്, റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്റ്റേഴ്സ്. സോ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക്സിലേക്ക് വരുന്നത്. സോ നമ്മൾ ഈ ഒരു പാർട്ട് അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സെമസ്റ്ററിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂവേഷനാണ്. ഓക്കെ, അതായത് +2 നമ്മുടെ ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഇവിടെ വരുന്നത്. നമ്മളിവിടെ കുറച്ചും കൂടി ഡീപ്പായിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സാധനം ഡേ ടു ഡേ ലൈഫിൽ നമ്മളെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇലക്ട്രോണിക്സ് ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനിലൂടെയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റ്, മോർ ദാൻ എ സിലബസ്, മോർ ദാൻ എ സബ്ജക്റ്റ്, മോർ ദാൻ എനിത്തിങ് എൽസ്, ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഇലക്ട്രോണിക്സ് കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എന്നുള്ള വാക്ക് കൊണ്ട് എനിക്ക് ആദ്യം കേൾക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു ഫാൻറ്റസി വേൾഡ്. ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക്സ് മോർ ദാൻ എനിത്തിങ് എ സിലബസ്, ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു പരീക്ഷ, ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതിലുപരി എനിക്ക് എപ്പോഴും ക്യാച്ചി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇലക്ട്രോണിക്സ് ഈസ് ഓൾവേസ് ഫാസിനേറ്റിംഗ് എന്നുള്ളതാണ്. ഇറ്റ്സ് മോർ ദാൻ എ സിലബസ്, മോർ ദാൻ എ അക്കാഡമിക് ഓറിയൻറ്റഡ്. ഇറ്റ്സ് which gives you energy while you do something. ഇലക്ട്രോണിക്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയൊരു സാധനം നിങ്ങൾ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക, അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നിങ്ങൾ റിയൽ ലൈഫിൽ കാണുന്നൊരു സാധനം തന്നെയാണ്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു സ്വിച്ച്, ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് ഇപ്പുറത്തൊരു എന്തെങ്കിലും എക്യുപ്മെൻറ്റ് ലൈറ്റ് ഗ്ലോ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്, അത് നിങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന എനർജി നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എനർജിയാണ്. സോ അതാണ് ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് മാനസികമായ ഒരുപാട് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരുപാട് ഉത്തേജനം തരുന്ന ഒരു ഫീൽഡ് ഓഫ് സയൻസാണ് ഇലക്ട്രോണിക്സ്. ഫിസിക്സ് എന്ന് വന്നെങ്കിൽ പോലും ഇന്ന് ഇലക്ട്രോണിക്സിന് അതിൻ്റേതായ ഒരു സ്വന്തമായ നിലനിൽപ്പുണ്ട് സയൻറ്റിഫിക് വേൾഡിൽ. നിങ്ങൾക്കറിയാം, ഈ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ വാക്കില്ലാതെ ഒന്നും തന്നെ മൂവിയില്ല. ദ മീഡിയ ഇൻ വിച്ച് യു സീ മീ, നിങ്ങൾ എന്നെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കേൾക്കുന്നത് എല്ലാം ഇലക്ട്രോണിക്സിൻ്റെ ഹെൽപ്പിലൂടെ വരുന്നൊരു സാധനമാണ്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിതൗട്ട് ദിസ് സബ്ജക്റ്റ് നമ്മൾക്കൊരിക്കലും മുമ്പോട്ട് പോകാൻ കഴിയില്ല. സോ നിങ്ങൾ പഠിക്കുന്നത് ഒരു റൈറ്റ് അല്ലെങ്കിൽ കാലത്തിന് ആവശ്യമുള്ള ഒരു റിലവൻസി ഉള്ളൊരു സബ്ജക്റ്റ് തന്നെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് ഇലക്ട്രോണിക്സ് ഞാൻ ഇത്രയും പറഞ്ഞു. സോ അതിന് കുറച്ചും കൂടെ ടെക്നിക്കാലിറ്റിയിലേക്ക് വരാൻ അല്ലെങ്കിൽ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ആണ് ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് ഞാനിവിടെ റെഡിയാക്കിയത്. സോ ഇറ്റ്സ് എ ഫാൻറ്റസി ഫോം ഓഫ് ഡിഫൈനിങ് ഇലക്ട്രോണിക്സ്. ഇറ്റ്സ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, യു കൺട്രോൾ ദി ഇലക്ട്രോൺസ് സോ ദാറ്റ് യു സെർവ് സം പർപ്പസ്. എന്തെങ്കിലും ഒരു കാര്യം സെർവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഇലക്ട്രോൺസിനെ സൂക്ഷ്മമായി കൺട്രോൾ ചെയ്യുന്ന ഒരു ഫീൽഡ് ഓഫ് സയൻസാണ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അതായത് ദി ടെക്നിക്കാലിറ്റി ഇൻ വിച്ച് യു കൺട്രോൾ ഇലക്ട്രോൺസ്, അതിനാണ് നമ്മൾ ഇലക്ട്രോണിക്സ് എന്ന് നമുക്ക് നിർവചിക്കാം. ഓക്കെ,
സോ ഇത് ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷനാണ്. സോ ലൈക്ക് ഒരു ഇലക്ട്രോണിക് ബോർഡിൻ്റെ ഫാൻറ്റസി ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കതിനെ കാണിക്കാൻ പറ്റുക എന്നുള്ളതാണ്. സോ ഈ ഒരു സിലബസ് അല്ലെങ്കിൽ ഈ ഒരു സബ്സിഡറി കോഴ്സ് എന്ന് പറയുന്നത് ഇൻഡെപ്ത് സ്റ്റഡി ഓഫ് ഇലക്ട്രോണിക്സ് ഒരിക്കലും പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു സിലബസ് ഇൻഡെപ്ത് ഇലക്ട്രോണിക്സിൻ്റെ ഒരിക്കലും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബട്ട് യു വിൽ ഗെറ്റ് സം ഗ്ലിംസസ് ഓഫ് ഇലക്ട്രോണിക്സ്. ലൈക്ക് ഇലക്ട്രോണിക്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ കുറച്ച് കാര്യങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റിയാൽ ദെൻ യു ക്യാൻ ഗോ ഇൻ ഡീപ്പ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇതിപ്പോൾ പഠിക്കുന്നത് BSc കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ BSc ഫിസിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ BSc ഇൻസ്ട്രുമെൻറ്റേഷൻ ആയിരിക്കാം. ബട്ട് അതിൻ്റെ സബ്സിഡറി ആയിരിക്കും ഇലക്ട്രോണിക്സ്. പക്ഷേ നിങ്ങൾക്ക് MSc ഇലക്ട്രോണിക്സിലേക്ക് പോവാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള ഫർദർ ഇലക്ട്രോണിക്സ് കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. സോ ഇങ്ങനെ ഓപ്റ്റ് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഗോ ഇൻ ഡെപ്ത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഇൻട്രസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം വ്യക്തമായി പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് ഒരിക്കലും ഒരു സബ്ജക്റ്റ് എടുത്തു അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്തു അതുകൊണ്ട് പഠിക്കുന്നു എന്ന് പറഞ്ഞ് പഠിച്ചു പോകാൻ കഴിയില്ല. ഇലക്ട്രോണിക്സ് എപ്പോഴും പഠിക്കാൻ പറ്റുന്നത് ഒരു ആപ്റ്റിറ്റ്യൂഡ് വേണം. ലൈക്ക് ഇലക്ട്രോണിക്സിനോട് ഒരു ആപ്റ്റിറ്റ്യൂഡ് വേണം, അതായത് ഒരു അഭിരുചി വേണം. എങ്കിൽ മാത്രമേ ഇലക്ട്രോണിക്സ് പഠിക്കാൻ കഴിയുള്ളൂ. കാരണം കയ്യിലൊരു കേട് വന്നൊരു ബോർഡ് കണ്ടു കഴിഞ്ഞാൽ അത് വലിച്ചെറിഞ്ഞ് പുതിയൊരെണ്ണം വാങ്ങിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഇലക്ട്രോണിക്സ് ഒരിക്കലും പഠിക്കാൻ കഴിയില്ല. ഓക്കെ, അല്ലെങ്കിൽ ഞങ്ങളൊരിക്കലും ഇലക്ട്രോണിക്സ് അങ്ങനെ പഠിച്ചിരുന്നില്ല. ഇലക്ട്രോണിക്സ് എപ്പോഴും നമ്മളൊരു കയ്യിലൊരു കേട് വന്നൊരു ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഡിവൈസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഊരി നോക്കി അതിനുള്ളിൽ എന്താ പ്രശ്നം എന്ന് അറിഞ്ഞ് ആ പ്രശ്നം സോൾവ് ചെയ്ത് അത് വീണ്ടും വർക്ക് ചെയ്യിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു 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 സുഖം അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതിൽ നിന്നാണ് ഇലക്ട്രോണിക്സ് ശരിക്കും പഠിച്ചു തുടങ്ങേണ്ടത്. ഓക്കെ, വാട്ട് ഐ മീൻ ടു സേ ഈസ് ദാറ്റ് ഒരിക്കലും തിയറിറ്റിക്കൽ ഫോം ഓഫ് ഇലക്ട്രോണിക്സിനെ കൊണ്ട് ഒരു ഗുണമില്ല. നമ്മളെപ്പോഴും പ്രാക്ടിക്കൽ ലെവലിലേക്ക് വരുമ്പോഴാണ് ഇലക്ട്രോണിക്സിന് അതിൻ്റേതായൊരു നിലനിൽപ്പുള്ളത്. ഓക്കെ, സോ ഇലക്ട്രോണിക്സിൻ്റെ കാര്യം പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ദി അപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോണിക്സ്. സോ ഇലക്ട്രോണിക്സിൻ്റെ വിവിധ തരത്തിലുള്ള അപ്ലൈയിങ് ലെവൽസാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് എവിടെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുക, അല്ലേ? ലൈക്ക് നമുക്ക് യൂസ് ഉണ്ടെങ്കിലാണ് സയൻസ് എപ്പോഴും ഉപകാരപ്പെടുക, അല്ലെങ്കിൽ സയൻസിനെ കൊണ്ടുള്ള കാര്യം അതിന് എവിടെയെങ്കിലും ഒരു അപ്ലിക്കേഷൻ ലെവൽ വേണം, റൈറ്റ്? എനി സയൻസ് യു ടേക്ക് ഫോർ ഗ്രാൻറ്റഡ് എനി സയൻസ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, അതിനൊരു അപ്ലിക്കേഷൻ ലെവൽ വരുമ്പോഴാണ് അതിൻ്റെ ബ്യൂട്ടി കൂടുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന് ലൈക്ക് അതിനൊരു കംപ്ലീറ്റ്നെസ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സയൻസിനെ അത്രയ്ക്കും ഗൗരവത്തോടു കൂടി കാണുന്നതും. കാരണം ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് സംവെയർ ടു സെർവ് സം പർപ്പസ്, അല്ലേ? ശരിയല്ലേ? അതേപോലെ തന്നെ ഇലക്ട്രോണിക്സിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫിസിക്സിൻ്റെ ഒരു ക്ലാസിക്കൽ മെക്കാനിക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് ഇൻഡയറക്റ്റ്ലി ആണ് വരുന്നത്. ഞാൻ എക്സാമ്പിളാണ് പറയുന്നത്. പക്ഷേ ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ച് അതല്ല. നിങ്ങൾ ഇലക്ട്രോണിക്സ് പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ തുടങ്ങുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് പറഞ്ഞു വരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നിങ്ങൾ ആദ്യം തന്നെ എടുത്തു ചാടുന്നത് നിങ്ങൾ ചുറ്റിലും കാണുന്ന തരത്തിലുള്ള അപ്ലൈഡ് സയൻസിലേക്കാണ് ഇലക്ട്രോണിക്സ് വിരൽ ചൂണ്ടുന്നത്. ഓക്കെ, സോ അതിൻ്റെ എനിക്ക് കുറച്ച് ശേഖരിക്കാൻ പറ്റിയ കുറച്ച് റിസോഴ്സസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ലൈക്ക് ഇലക്ട്രോണിക്സ് അപ്ലിക്കേഷൻസ് ഇൻ ഡിഫറെൻറ്റ് ലെവൽസ്. ഓക്കെ, സോ നമ്മൾ ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ ലൈക്ക് ഹൗസ് ഹോൾഡ് അപ്ലയൻസസ്. സോ ഹൗസ് ഹോൾഡ് അപ്ലയൻസസിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് എന്ത്? ലൈക്ക് യു ഹാവ് മൈക്രോവേവ് ഓവൻ. ഓക്കെ, സോ മൈക്രോവേവ് ഓവൻ എന്ന് പറഞ്ഞൊരു സിമ്പിൾ ഡിവൈസ് എടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ വീടുകളിലെല്ലാം കാണുന്നൊരു സിമ്പിൾ ഡിവൈസ്. ഇതിൽ ഇലക്ട്രോണിക്സിൻ്റെ അപ്ലിക്കേഷൻ ലൈക്ക് ഒരു ടൈമറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ലൈക്ക് നമ്മളൊരു സാധനം ചൂടാക്കാൻ വേണ്ടി അകത്തേക്ക് വയ്ക്കുന്നു, നമ്മളൊരു സ്വിച്ച് അമർത്തുന്നു, ഒരു പെർട്ടിക്കുലർ സമയം കഴിഞ്ഞാൽ അത് ചൂടായി നമുക്ക് തിരിച്ചു കിട്ടുന്നു. സോ ഇത് ഓട്ടോമൈസ്ഡ് ആണ്. സോ ഇത് നടത്തുന്നത് അതിൻ്റെ പിറകിലുള്ള ഇലക്ട്രോണിക്സ് ലൈക്ക് സർക്യൂട്ടറീസ് ആണ്, അല്ലെങ്കിൽ പ്രോഗ്രാംഡ് സർക്യൂട്ടറീസ് ആണ്, പ്രോഗ്രാംഡ് ബോർഡാണ് ഈ ഒരു അപ്ലിക്കേഷൻ നടത്തുന്നത്. സോ ഹൗസ് ഹോൾഡ് അപ്ലയൻസിൽ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ എടുത്തെന്ന് മാത്രം. ഇനി നേരെ മറിച്ച് ഏറ്റവും ഗംഭീരമായ ലോജിക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് വാഷിംഗ് മെഷീൻ. സോ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നതിൽ ഫസി ലോജിക് എന്ന് പറഞ്ഞൊരു ഇലക്ട്രോണിക്സ് സെക്ഷനിൽ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് ഫസി ലോജിക് എന്ന് പറയുന്നത്. സോ ഫസി ലോജിക്കാണ് വാഷിംഗ് മെഷീൻ്റെ വർക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ഹയർ എൻഡ് ലോജിക് ആണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഈവൻ റോക്കറ്റ് സയൻസിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ലോജിക്കിൻ്റെ ചെറിയൊരു അംശം എടുത്തിട്ടാണ് നമ്മുടെ പല ഡിവൈസസും, വീട്ടിൽ ഉപയോഗിക്കുന്ന ഡിവൈസസും വർക്ക് ചെയ്യുന്നത്.
സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ് ഫ്രം ദി ബേസിക്സ്. എന്നിട്ട് അതേ ഒരു ബേസിക് തന്നെയാണ് നമ്മൾ അവിടെയും അപ്ലൈ ചെയ്യുന്നത്, അവിടെ റോക്കറ്റ് സയൻസിനും അപ്ലൈ ചെയ്യുന്നത്. സോ അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത് അപ്ലൈഡ് സയൻസ് എന്ന് പറയാനുള്ള റീസൺ അതുകൊണ്ടാണ്. സോ മൈക്രോവേവ് ഓവൻ, വാഷിംഗ് മെഷീൻ, ദെൻ നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോളർ ഇൻ അയൺ ബോക്സ്, ഇതൊക്കെ ഹൗസ് ഹോൾഡ് അപ്ലയൻസസിൽ വരുന്ന ഒരു എക്സാമ്പിൾസാണ്. ക്ലിയർ? ഇനി അടുത്തത് നമ്മൾ കൺസ്യൂമർ ഇലക്ട്രോണിക്സിലേക്ക് നോക്കുക. കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ പോകുന്ന ഏറ്റവും മനോഹരമായൊരു ഉദാഹരണമാണ് നമ്മുടെ മൊബൈൽ ഫോൺ, അല്ലേ? അതായത് ലൈക്ക് മൊബൈൽ ഫോണിൻ്റെ ആപ്ലിക്കേഷൻ ഇന്ന് നമുക്കറിയാം. മൊബൈൽ ഫോൺ ഇല്ലാതെ ഒരു ഇഞ്ച് നമുക്ക് അല്ലെങ്കിൽ ഒരു മണിക്കൂർ സങ്കല്പിക്കാൻ കഴിയില്ല. ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾ ഒരു ദിവസം മൊബൈൽ ഫോൺ ഇല്ലാതെ ഒന്ന് മൊബൈൽ ഫോൺ കംപ്ലീറ്റ് ഇല്ല, നിങ്ങളത് സ്വിച്ച് ഓഫ് ചെയ്ത് പൂട്ടി വെച്ചു. എന്നിട്ട് നിങ്ങളൊരു ദിവസം ഒന്ന് ട്രൈ ടു ലൈക്ക് ആ ഒരു പഴയ യുഗത്തിലേക്കൊന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ തലമുറയൊക്കെ ചിലപ്പോൾ മൊബൈൽ ഫോൺ ജനിച്ച മുതൽ കാണുന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ ജസ്റ്റ് അങ്ങനെ ഒരു കാര്യം ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയ്ക്കും ഇൻഫ്ലുവൻസ് ആണ് മൊബൈൽ ഫോൺ നമ്മുടെ ലൈഫിൽ. ലൈക്ക് എന്തിനും ഏതിനും മൊബൈൽ ഫോൺ ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ ഇങ്ങനൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളെ സംബന്ധിച്ച്. സോ കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. മൊബൈൽ ഫോൺ അതിലെല്ലാം ഉണ്ട്, അതുകൊണ്ട് ഞാൻ മൊബൈൽ ഫോൺ എന്നുള്ള എക്സാമ്പിൾ എടുത്തത്. ദർ ആർ ലോട്ട് ഓഫ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ലാപ്ടോപ്പ്, നിങ്ങളുടെ ഐഫോൺ അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ നോട്ട് പാഡ് അല്ലെങ്കിൽ അങ്ങനെ എന്ത് സാധനം എടുത്താലും നിങ്ങളുടെ ലൈക്ക് എനിത്തിങ് ദാറ്റ് കംസ് ഫോർ യുവർ ഡെയിലി ലൈഫ് കംസ് ഇൻ ദ കാറ്റഗറി ഓഫ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ്. ഇനി ഹോം ഓട്ടോമേഷൻ. സോ നമ്മൾ ഒരു ഹോം ഓട്ടോമേഷൻ ആൻഡ് സെക്യൂരിറ്റി, ഇലക്ട്രോണിക്സിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷനാണ് ഹോം ഓട്ടോമേഷൻ ആൻഡ് സെക്യൂരിറ്റി. ലൈക്ക് ഹോം ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഈ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളറാണ്. നമ്മളത് എവിടെ യൂസ് ചെയ്യുക? അതായത് നമ്മൾ ടാങ്കിലൊക്കെ നമ്മൾ വാട്ടർ ലെവൽ വെച്ചിട്ട് അല്ലെങ്കിൽ വാട്ടർ ലെവൽ കൺട്രോളർ വെച്ചിട്ട് ടാങ്കിലെ വെള്ളത്തിൻ്റെ ഓവർഫ്ലോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും, അല്ലേ? ഒരുപാട് ഡിവൈസസ് നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീടുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. എന്ന് വെച്ചാൽ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, നമുക്ക് തന്നെ ചെയ്യാം. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ് കുഡ് ബി ദി സയൻസ് കുഡ് ബി അപ്ലൈഡ് ഡയറക്ട്ലി ഇൻ ടു അവർ ഡേ ടു ഡേ ലൈഫ് എനിവെയർ. ഓക്കെ, സോ ഇതൊരു എക്സാമ്പിളാണ് ഈ ടാങ്കിലെ വെള്ളം നിറയുന്നത് കൺട്രോൾ ചെയ്യുക. ഓക്കെ, ഇതൊക്കെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഡിവൈസസ് ആണ്. ഓക്കെ, സോ ഇതൊരു ഹോം ഓട്ടോമേഷൻ സിസ്റ്റമാണ്. അല്ലെങ്കിൽ നമ്മളൊരു റൂമിലേക്ക് കിടക്കുമ്പോൾ അപ്പോൾ മാത്രം ഫാനും ലൈറ്റും ഓൺ ആവുക, റൂമിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അത് ഓഫ് ആവുക, ഇതൊക്കെ ഓട്ടോമൈസ് ചെയ്യാം, വിച്ച് വി ക്യാൻ ഡു. അങ്ങനത്തെ ഡിവൈസസ് ഓൾറെഡി ഉണ്ട്, ബട്ട് വി ക്യാൻ ഡു ദാറ്റ്. സോ ഇറ്റ് കംസ് ഇൻ അണ്ടർ ഹോം ഓട്ടോമേഷൻ. സെക്യൂരിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ലൈക്ക് ഹോളിവുഡ് മൂവീസ് കണ്ടിട്ടുണ്ടാകും. അതിലൊക്കെ സെക്യൂരിറ്റി ലൈക്ക് ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ ബട്ടൺസ് ലൈക്ക് കോമ്പിനേഷൻ ഓഫ് സ്വിച്ചസ്. സോ ഇതൊക്കെ ഹോം സെക്യൂരിറ്റിയിൽ വരുന്നൊരു ഒരു കാറ്റഗറിയാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈക്ക് മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ. സോ മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എവിടെ തിരിഞ്ഞാലും കാണാൻ പറ്റുക ഒരു പെട്ടെന്നൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ആൽക്കഹോൾ മീറ്റർ ഉണ്ടല്ലോ, ഈ പോലീസുകാരൊക്കെ യൂസ് ചെയ്യുന്നത്. സോ ഈ സാധനം ഈസ് എ വെരി ഗുഡ് മെഷർമെൻറ്റ്. സോ ഈ സാധനം ഒരു വെരി ഗുഡ് നമ്മുടെ ആൽക്കഹോൾ മീറ്റർ ഉണ്ടല്ലോ. സോ ഇതൊരു വെരി ഗുഡ് ഇലക്ട്രോണിക്സ് ലൈക്ക് മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ബ്ലഡിലെ ആൽക്കഹോൾ ലെവൽ കൂടിക്കഴിഞ്ഞാൽ, ഒരു ത്രഷോൾഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ആൽക്കഹോൾ സെൻസർ ഉണ്ടാവും. ഈ സെൻസർ ഒരു ബോർഡിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കും. ഇറ്റ് വിൽ ഹാവ് എൻ ഔട്ട്പുട്ട് ഡിവൈസ് ആസ് എ സ്പീക്കർ. അതിനൊരു ബീപ്പ് സൗണ്ട് ഉണ്ടാവും. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ലൈക്ക് ഇൻസ്ട്രുമെൻറ്റേഷനിൽ വരുന്നൊരു പാർട്ടാണ്. മെഷർമെൻ്റ് ആണെങ്കിൽ നമ്മുടെ വെയിങ് മെഷീൻസ് ഇപ്പോൾ എല്ലാം ഇലക്ട്രോണിക് സെൻസേഴ്സ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് വിൽ ഗിവ് ഗുഡ് പ്രൊസിഷൻ ആൻഡ് അക്യൂറസി. സോ ദാറ്റ് ഈസ് എൻ അനദർ ആപ്ലിക്കേഷൻ ഏരിയ. ദെൻ ഹെൽത്ത് കെയർ. ഇന്ന് ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക്സ് യൂസ് ചെയ്യപ്പെടുന്നത് ഹെൽത്ത് കെയറിലാണ്, അല്ലേ? നമുക്കറിയാം എല്ലാം ഇലക്ട്രോണിക്സിൻ്റെ ഇൻപുട്സ്. സോ ബയോമെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ബയോമെഡിക്കൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് തന്നെ ഇപ്പോൾ ഫോം ആയിട്ടുണ്ട്. ക്ലിയർ? അതായത് ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിമീറ്റർ, ഇതും നമുക്ക് ഒരു ഹോബി ഇലക്ട്രോണിക്സ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് ഓക്സിമീറ്റർ. സോ ഇപ്പോൾ നമുക്ക് എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഓക്സിമീറ്റർ കാണാൻ പറ്റും, പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ, അല്ലേ? സോ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി
ലൈക്ക് അപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോണിക്സ് ഇൻ ദാറ്റ് ഏരിയ. ഞാൻ ഓക്സിമീറ്റർ ഒരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്. ഇതിൽ കൂടാതെ ഒരുപാട് നിങ്ങൾക്കറിയാം, യു നെയിം ഇറ്റ്. ഓക്കെ, ലൈക്ക് MRI സ്കാനേഴ്സ്, അതേപോലെ എനി കൈൻഡ് ഓഫ് ലൈക്ക് സ്കാനിങ് ഡിവൈസസ്, അതിലൊക്കെ നമുക്ക് ഇലക്ട്രോണിക്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ നടക്കില്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ. ഓക്കെ, ബാങ്കിങ് ആൻഡ് റീറ്റെയിൽ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നോട്ട് എണ്ണുന്ന മെഷീനാണ് അല്ലേ, നമ്മുടെ കറൻസി കൗണ്ടിങ് മെഷീൻ. എന്തൊരു സിമ്പിളാണെന്ന് ആലോചിക്കുക. പണ്ട് ഈ കൗണ്ടറിലിരിക്കുന്ന ആൾ പിന്നെ നാവിൽ വിരലൊക്കെ മുട്ടിച്ച് ആ നോട്ടിലെണ്ണുന്ന ഒരു സീനൊക്കെ ഇപ്പോൾ മാറി അല്ലേ. ഇപ്പോൾ ഈ കൗണ്ടിങ് മെഷീൻ വന്നതോടുകൂടി നമുക്ക് അതിലേക്ക് നോട്ട് വയ്ക്കുന്നു. ജസ്റ്റ് വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് ലൈക്ക് ഒരു മിനിറ്റിൻ്റെ ഒരു അംശത്തിൽ തന്നെ നമുക്ക് എത്ര നോട്ടുണ്ടെന്ന് നമുക്ക് ക്ലീനായിട്ട് അവൻ എണ്ണി തരുന്നു. സോ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി സേവ് ടൈം ആൻഡ് മോർ ഓവർ അക്യുറേറ്റ് ആണ് അല്ലേ. ഒരു കെട്ട് നോട്ട് ഒരാൾ എണ്ണാനെടുക്കുന്ന സമയം അല്ലെങ്കിൽ എണ്ണാനെടുക്കുന്ന പ്രസിഷൻ ചിലപ്പോൾ അയാൾക്ക് തെറ്റിപ്പോവാം. ബിക്കോസ് മാനുവൽ ക്യാൻ ബി റോങ്. ഇതാണെങ്കിൽ നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും നമ്മൾ, അതാണ് ബാങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു കെട്ട് ആദ്യം വയ്ക്കുന്നു, പിന്നെ വയ്ക്കുന്നു, മൂന്നാമതും വയ്ക്കുന്നു. കാരണം ഒരേ നമ്പറിൽ നിന്ന് കിട്ടണം. സോ ദാറ്റ്സ് ദ തിങ്. സോ ഇൻ മെഷീൻ ഇറ്റ് ഈസ് പോസിബിൾ. മറ്റേതൊരു മാനുവലായി നമുക്ക് നിങ്ങൾക്കറിയാം, മാനുവലായിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം. ക്ലിയർ? സോ ഇതാണ് എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്ന ഒരു എക്സാമ്പിൾ ഇൻ ബാങ്കിങ് ആൻഡ് റീറ്റെയിൽ. അനദർ അപ്ലിക്കേഷൻ ഏരിയ ഇസ് കാർഡ് റീഡേഴ്സ്. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ലൈക്ക് ATM കാർഡ്, ഡെബിറ്റ് കാർഡ്. സോ ഇതിനുള്ളിൽ ഒരു ഇലക്ട്രോണിക് ചിപ്പ് ഉണ്ട്. സോ ദിസ് ചിപ്പ് ഈസ് എൻ ID. സോ ഈ ID നമ്മൾ റീഡ് ചെയ്തിട്ടാണ് നമ്മൾ കാർഡ് റീഡേഴ്സിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ കാർഡ് നമ്മൾ റീഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ATMൽ ഒരു കാർഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന കോമ്പിനേഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നത്. സോ ദിസ് കംസ് അണ്ടർ കാർഡ് റീഡേഴ്സ്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ബാർകോഡ് ഒരു കാർഡിലുണ്ടെന്ന് വിചാരിക്കുക. എവിടെയെങ്കിലും അക്സസിബിലിറ്റി, ഫോർ എക്സാമ്പിൾ ലൈബ്രറീസ്, ഒരു യൂണിവേഴ്സിറ്റിയുടെ എൻട്രി, ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ യു ക്യാൻ യൂസ് ദി ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോണിക്സ് ഈസ് ദെൻ ആൻഡ് ദെയർ. ഓക്കെ, അതേപോലെ കമ്പ്യൂട്ടർ പെരിഫറൽസ്, അതൊരു വലിയൊരു ഏരിയ ആണ്. ലൈക്ക് കമ്പ്യൂട്ടർ പെരിഫറൽസ്, കാരണം കമ്പ്യൂട്ടർ ഏരിയ ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇവോൾവ് ചെയ്യുന്നൊരു ഏരിയ, ബോത്ത് ഹാർഡ്വെയർ ആസ് വെൽ ആസ് സോഫ്റ്റ്വെയർ. സോ ഈ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ, അപ്പോൾ ഇതിൻ്റെ ബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഹാർഡ്വെയറും ഇമ്പ്രൂവ് ചെയ്തേ പറ്റൂ. ഓക്കെ, ആൻഡ് ദിസ് ഹാർഡ്വെയർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോണിക്സ് അല്ലേ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. പണ്ട് കാലത്ത് മൗസ് ഇല്ല അല്ലേ. ഇപ്പോൾ 95 ആ ഒരു കാലഘട്ടങ്ങളിലൊന്നും ലൈക്ക്, അല്ലെങ്കിൽ ആ ഒരു 90s തുടക്കത്തിലൊന്നും മൗസ് വന്നിട്ടില്ല അല്ലേ. പിന്നീട് മൗസ് വരാത്തതിന് കാരണം ആ സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് അല്ല. പിന്നീട് മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫേം ലൈക്ക് മൗസ് വേണം, അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പത്തിലുള്ളൊരു സാധനം വേണം എന്ന് തീരുമാനിച്ച് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോത്ത് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ രണ്ടും ഒരുമിച്ചാണ് അവരുണ്ടാക്കിയത് അല്ലേ. അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എലോൺ കനോട്ട് സസ്റ്റെയിൻ, അതിനൊരു ഹാർഡ്വെയർ എലമെൻറ്റ് വേണം. അല്ലെങ്കിൽ ഹാർഡ്വെയർ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ വേണം. സോ കമ്പ്യൂട്ടർ പെരിഫറൽ ഏരിയാസ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഏരിയാസ്, ഇന്ന് ഇത് ഒരുപാട് പറയാൻ കേട്ടോ. ഈ ഒരു ഏരിയ, ദിസ് ഏരിയ ഇസ് വെരി ഹോട്ട് ആൻഡ് ഇതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ സൈഡിൽ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് സംഭവിച്ചാൽ ഇറ്റ് ഷുഡ് റിഫ്ലക്റ്റ് ഇൻ ദി ഹാർഡ്വെയർ, ആൻഡ് ദിസ് ഹാർഡ്വെയർ ഈസ് എൻറ്റയർലി ഡിപ്പെൻഡ് അപ്പോൺ ഇലക്ട്രോണിക്സ്. സോ അതാണ് വേറൊരു കാര്യം. ദെൻ കമ്മ്യൂണിക്കേഷൻ. സോ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങളൊരു സ്ഥലത്തൊരു വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു സാധനത്തിൽ ഒന്ന് കണക്ട് ചെയ്യും. സോ ദിസ് നോട്ട് റൗട്ടർ. സോ ഈ റൗട്ടർ അല്ലെങ്കിൽ ഈ ഹബ്ബ് അല്ലെങ്കിൽ അതേപോലുള്ള സാധനങ്ങൾ, അതേപോലെ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ടവറിൽ ഉപയോഗിക്കുന്ന ബൂസ്റ്റേഴ്സ് അല്ലെങ്കിൽ റിസീവേഴ്സ്, ട്രാൻസ്മിറ്റേഴ്സ്. സോ ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ. സോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ഏരിയ തന്നെ ഡിഫറെൻറ്റ്, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് തന്നെ ഉണ്ട് ഇലക്ട്രോണിക്സിൻ്റെ. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് another big area of electronics application. Okay, then automotive industry. So automotive industryയിൽ നമുക്കെന്നറിയാം ടെസ്ല പോലത്തെ ലൈക്ക് കാറുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ലൈക്ക് യു ആക്ച്വലി എന്താ പറയുക, ലൈക്ക് നമ്മൾ വളരെയധികം ഇപ്പോൾ ഇവോൾവ് ചെയ്യുന്നൊരു ഏരിയയാണ് ഓട്ടോമേറ്റീവ് ഇൻഡസ്ട്രി. അതായത് ഇന്നൊരു കാർ എടുക്കുക, പണ്ടത്തെ പോലെ ഉള്ള അവസ്ഥയല്ല. പിന്നെ എന്താ പറയുക, എല്ലാം ഓട്ടോമൈസ്ഡാണ്.
നമ്മളതിൻ്റെ സെക്യൂരിറ്റി ആണെങ്കിലും നമ്മളതിൻ്റെ വർക്കിംഗ് ആണെങ്കിലും എല്ലാം ഓട്ടോമൈസ്ഡ് ആണ്. സോ അതാണ് ഞാൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി ഒരു സെപ്പറേറ്റ് ഒരു സെക്ഷനായിട്ട് ഞാൻ പറയുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് അടുത്ത ഒരു സെക്ഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ കാറിൻ്റെ എക്സാമ്പിൾ മാത്രമല്ല, അതുകൂടാതെ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് നമ്മുടെ മുന്നിൽ ഉണ്ട് ഈ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏറ്റവും കൂടുതൽ ഇന്ന് റിസർച്ച് നടക്കുന്നത് ലൈക്ക് അപ്ലിക്കേഷൻ റിസർച്ച് നടക്കുന്നത് ഈ ഒരു ഓട്ടോമേറ്റീവ് ഇൻഡസ്ട്രിയിലാണ്. ലൈക്ക് എങ്ങനെ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ ഓട്ടോമൈസ് ചെയ്യാം, നമ്മുടെ അപ്ലിക്കേഷൻ എങ്ങനെ കൂടുതൽ സിമ്പിളാക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഡിസ്കഷൻ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഡിസ്കഷനിൽ വരുന്നൊരു സാധനം, അത് നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഐ വിൽ ജസ്റ്റ് സ്കിം ത്രൂ ഇറ്റ്. അതായത് ഒരു കാർ എടുത്തു കഴിഞ്ഞാൽ, ഇന്നത്തെ ഒരു മോഡേൺ റിസർച്ചിൽ ഒരു കാർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇതിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിക് സെക്ഷൻസ് എവിടെയൊക്കെയാണ് വരുന്നതെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു റെപ്രസെൻറ്റേഷനാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ലൈക്ക് ഫോർ എക്സാമ്പിൾ നൈറ്റ് വിഷൻ. സോ നൈറ്റ് വിഷൻ ഇപ്പോൾ ഓട്ടോമൈസ്ഡ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്രണ്ടിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ്, അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ടെക്നോളജി മാറിയിട്ടുണ്ട്. സോ ഇറ്റ് ക്യാൻ ഡിറ്റക്ട് ലൈറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ ഓട്ടോമാറ്റിക്കലി ലൈക്ക് കൂളിംഗ് അല്ലെങ്കിൽ അതിൻ്റെ നൈറ്റ് വിഷൻ അറേഞ്ച്മെൻറ്റ്സ് ക്യാൻ ചേഞ്ച് ഓട്ടോമാറ്റിക്കലി. ദെൻ വൈപ്പർ അറേഞ്ച്മെൻറ്റ്. ഇപ്പോൾ നമ്മളൊരു നോബൊക്കെ തട്ടണം, പക്ഷേ ഇറ്റ് കുഡ് ബി ഓട്ടോമൈസ്ഡ്. മഴ സെൻസ് ചെയ്തിട്ട് വൈപ്പർ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്ന അവസ്ഥ. ദെൻ എൻജിൻ കൺട്രോൾ ആൻഡ് ഫീഡ്ബാക്ക്. എൻജിനിൽ ഒരുപാട് പാരാമീറ്റേഴ്സ് നമ്മൾ നോട്ട് ചെയ്യലുണ്ട് അല്ലേ. ലൈക്ക് ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ, ഓയിൽ ലെവൽ. സോ ഇതൊക്കെ നമുക്ക് ഫീഡ്ബാക്ക് ആയിട്ട് നമുക്ക് ഡാഷ്ബോർഡിൽ കിട്ടുന്നൊരവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സോ ചുരുക്കി പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ട്രബിൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, കാറ് ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവൻ ആദ്യം ചെയ്യുന്നതിൻ്റെ മോണിറ്റർ എന്നൊരു വയറെടുത്ത് ലാപ്പിൽ കണക്ട് ചെയ്യും. സോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നുവെച്ചാൽ മോറോവർ ഒരു മെക്കാനിക്കൽ ഷോപ്പിൽ നിന്നും മാറി ഇപ്പോൾ, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കിന് കടയിൽ നിന്ന്, നോർമലി നമ്മൾ പണ്ടൊക്കെ കണ്ടിരുന്ന ആ കടയിൽ നിന്ന് സ്പാനറും സ്ക്രൂ ഡ്രൈവറൊക്കെ മറന്നവർ ഇപ്പോൾ അവിടെയൊക്കെ ലാപ്ടോപ്പാണ്. So it's because of the emergence of electronics and sensors more and more. Okay, then engine control. So a lot of parameters you have to read to diagnose the problem. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സെക്ഷൻ നോക്കിയാൽ മതി. അതേപോലെ അഡാപ്റ്റീവ് ഫ്രണ്ട് ലൈറ്റ്. അതായത് നമ്മുടെ ലൈറ്റ് അഡാപ്റ്റിംഗ്, അതായത് നമ്മൾ എൻവിറോൺമെൻറ്റ് അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുക. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഡിം ആൻഡ് ബ്രൈറ്റ്. ലോ ലൈറ്റ് ഏരിയയിലൂടെ പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇഗ്നേറ്റ് ചെയ്യുക. ഓക്കെ, സോ അതേപോലെ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം. ദെൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഡ്രൈവർ അലേർട്ട്നെസ് മോണിറ്റർ. അത് ഡ്രൈവർ ഇപ്പോൾ രാത്രി ഓടിക്കുമ്പോൾ ഇന്ന് ഏറ്റവും വലിയ ആക്സിഡൻറ്റ്സ് നടക്കുന്നത് അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സെൻസർ നമ്മുടെ റെറ്റിനെ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു വേരിയേഷൻ വരുന്നു അവനപ്പോൾ അലേർട്ട് ചെയ്യും. ഓക്കെ, ഇതൊക്കെ ഓട്ടോമൈസ്ഡ് ആണ്. ഓക്കെ, ദെൻ ഇതൊക്കെ ഒരു കാറിൽ ഇപ്പോൾ ആക്ച്വലി ഉണ്ട്, ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു ഇമാജിനേറ്റീവ് വേൾഡിലൂടെ അല്ല സഞ്ചരിക്കുന്നത്, ഇറ്റ് ഈസ് ദെയർ. ഓക്കെ, ഇപ്പോൾ ഓട്ടോമേറ്റീവ് ഇൻഡസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് ഇവോൾവ് ചെയ്ത് വരുന്ന സാധനം. സോ അതിൽ ഉപയോഗിക്കുന്ന കുറേ അപ്ലിക്കേഷൻ ഏരിയ ആണ് ഞാൻ പറയുന്നത്. അതേപോലെ ഇൻറ്റീരിയർ ലൈറ്റിംഗ് സിസ്റ്റം ഈസ് ഗെറ്റിംഗ് ഓട്ടോമൈസ്ഡ്. ദെൻ കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ ഇൻസൈഡ്. ലൈക്ക് നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം, നമുക്ക് ബ്ലൂടൂത്ത് വഴി നമുക്ക് കാറിൽ സംസാരിക്കാം വിത്തൗട്ട് സ്റ്റോപ്പിംഗ് എനിവെയർ അല്ലേ. അതേപോലെ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം, ബാറ്ററി മാനേജ്മെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഹൈബ്രിഡ് കാറുകളാണല്ലോ കൂടുതൽ. സോ ബാറ്ററി മാനേജ്മെൻറ്റ് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ദെൻ നാവിഗേഷൻ സിസ്റ്റം, സെക്യൂരിറ്റി സിസ്റ്റംസ്. ഓക്കെ, ദെൻ സീറ്റ് പൊസിഷൻ കൺട്രോൾ. ദെൻ ഇൻസൈഡ് ദ വെഹിക്കിൾ ടെമ്പറേച്ചർ കൺട്രോൾ. ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഞാൻ പിന്നെ പുറത്ത് ഷാങ്ഹായിൽ പോയിരുന്നപ്പോൾ, സോ ഇദ്ദേഹത്തിൻ്റെ കാഡിലാക്കായിരുന്നു പുള്ളിയുടെ വണ്ടി. സോ പുള്ളിയുടെ വണ്ടി കയറിയപ്പോൾ പുറത്ത് നല്ല തണുപ്പ്, അകത്ത് കയറിയപ്പോൾ നല്ലൊരു കംഫർട്ട്. എന്നുവെച്ചാൽ നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. നമ്മളൊരു ഒരു 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 ലൈക്ക് ഒരു വളരെ പോഷായിട്ടുള്ളൊരു റൂമിൽ കയറിയൊരു ഫീലായിരുന്നു. കാരണം ഓട്ടോമാറ്റിക്കലി കാറിൻ്റെ അകത്തെ ടെമ്പറേച്ചറൊക്കെ അഡ്ജസ്റ്റായി നമുക്ക് വളരെ ഒരു വാംത്ത് ഫീൽ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ഓട്ടോമാറ്റിക്കലി കാറിനെ സെൻസ് ചെയ്ത് ആ ഒരു ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരികയായിരുന്നു. സോ ഇതൊക്കെ വളരെ ക്രൂഷ്യലായിട്ടുള്ള സെൻസർ ഇൻവോൾവ് ചെയ്തിട്ട് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ പ്രോസസ്സുകളാണ്. സോ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി എമർജൻസ് ഓഫ് ഇലക്ട്രോണിക്സിൻ്റെ അപ്ലിക്കേഷൻ ലിമിറ്റ്ലെസ് ആയിട്ട്
കൂടുന്നതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു എക്സാമ്പിൾ. സോ ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇത് മാത്രമല്ല, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇനി വേറൊരു ഇൻഡസ്ട്രി ആപ്ലിക്കേഷനാണ് റോബോട്ടിക്സ്. റോബോട്ടിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ഈ ഒരു ഇമേജിൽ നിൽക്കില്ല, ഈ ഡിസ്കഷൻ ഈ ഒരു ഏരിയയിൽ നിൽക്കില്ല. ഓക്കെ, സോ ഐ തിങ്ക് വി ക്യാൻ ഡു ഇറ്റ് ഇൻ സം അതർ സെഷൻ. ഓക്കെ, സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദി ആപ്ലിക്കേഷൻ ഈസ് സ്ട്രെയിറ്റ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. നമ്മൾ ഒരു കാര്യം പഠിച്ച് അത് വീണ്ടും എന്താ പറയുക, അതിൻ്റെ ബ്രാഞ്ചസ് സ്റ്റഡി ചെയ്ത് അതിൻ്റെ ആപ്ലിക്കേഷൻ ഇങ്ങനെയൊക്കെ ആവാം എന്ന് പറയുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് കുഡ് ബി അപ്ലൈഡ് ഡയറക്ട്ലി ദെൻ ആൻഡ് ദെയർ. നിങ്ങൾ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിച്ച് യു ക്യാൻ ലൈക്ക് യു ബൈ ദ റോ മെറ്റീരിയൽസ് ആൻഡ് ഇറ്റ് ഈസ് റെഡിലി അവൈലബിൾ ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. അത് വാങ്ങിച്ച് നിങ്ങൾ ഒരു സാധനം നിങ്ങളുടേതായ എന്തെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്യാൻ ഇന്ന് പോസിബിളാണ്. സോ ദാറ്റ്സ് ദി ദാറ്റ്സ് ദി ഇമ്പാക്റ്റ് ഓഫ് ദിസ് ബ്രാഞ്ച് ഓഫ് സയൻസ്. ഈ ബ്രാഞ്ച് ഓഫ് സയൻസിൻ്റെ ഏറ്റവും ഒരു മനോഹാരിതയും അത് തന്നെയാണ്. ഈ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് അതിൻ്റെ ബ്യൂട്ടി. ഓക്കെ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവോൾവ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഹോബി ഇലക്ട്രോണിക്സ്. അതായത് ലൈക്ക് നമ്മളെന്തെങ്കിലും ഇലക്ട്രോണിക്സ് പഠിക്കാത്ത, ഇപ്പോൾ എനിക്കറിയുന്നൊരു മാഷുണ്ട് ഇവിടെ നാനോ ടെക്നോളജിയിൽ. പിന്നെ ലൈക്ക് അവിടെ അദ്ദേഹം നാനോ ടെക്നോളജി ആണെങ്കിൽ പോലും, മെറ്റീരിയൽ നാനോ ടെക്നോളജി ആണെങ്കിൽ പോലും പുള്ളിയുടെ മെയിൻ ഇൻട്രസ്റ്റ് ഇലക്ട്രോണിക്സ് ആണ്. പുള്ളി ഇടയ്ക്ക് എന്നെ കോൺടാക്ട് ചെയ്യും. എന്നിട്ട് ഈ മോട്ടർ എങ്ങനെയാണ് കറക്കുക, ലൈക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക, റിലേ എങ്ങനെയാണ് വർക്ക് ചെയ്യുക. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. സോ അതാണ്, എനിബഡി കുഡ് ബി ഇൻട്രസ്റ്റഡ്. ഏജ്, ബ്രാഞ്ച് ഓഫ് സയൻസ് ഒരു വിഷയമല്ല, ഏജ് ഒരു വിഷയമല്ല. ലൈക്ക് ഈവൻ ഇഫ് യു ആർ 90, ഇലക്ട്രോണിക്സിൻ്റെ ഹോബി എന്ന് പറഞ്ഞ സാധനം അതേപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും സ്റ്റാറ്റിക് അല്ല. കാരണം ഏരിയ ഡെവലപ്ഡ് ആണ്. പണ്ട് കണ്ട കമ്പണൻസ് അല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇറ്റ്സ് ഒരുപാട് ചേഞ്ചസ് വരുന്ന ഒരു ഫീൽഡും കൂടിയാണ് ഇലക്ട്രോണിക്സ്. അതുകൊണ്ട് തന്നെയാണ്, അതാണ് അതിൻ്റെ ഒരു ഫാസിനേഷൻ ഇത്രയ്ക്കും അതേപോലെ നിലനിർത്താൻ കഴിയുന്നത്. ഇത് ഏരിയ ഡസിൻ ലൈക്ക് അത് ഫില്ലായി, ഇനി അപ്പുറത്തേക്ക് നമുക്കിനി സ്റ്റഡീസ് പോസിബിൾ അല്ല എന്ന് പറയുന്നൊരവസ്ഥ ഇലക്ട്രോണിക്സിലില്ല. കാരണം ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടെക്നോളജി ഒരുപാട് അപ്പുറത്ത് വളർന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. ക്ലിയർ? സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ലോട്ട് ഓഫ് പോസിബിലിറ്റീസ്, ഹെൽ ലോട്ട് ഓഫ് പോസിബിലിറ്റീസ്, ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളൊരു ഏരിയ ആണ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, സോ മൂവിങ് ഇൻ ടു മോർ ഡീപ്പ്, ലൈക്ക് സിലബസിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മൾ കുറച്ചും കൂടെ മൂവ് ചെയ്യണമെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് ബേസിക്കലി